CSR ഫണ്ടിന്റെ പേരിൽ ഇരുചക്രവാഹന തട്ടിപ്പ്. പ്രതി അനന്തകൃഷ്ണൻ തട്ടിപ്പ് ആസൂത്രണം ചെയ്തത് BJP കോൺഗ്രസ് നേതാക്കളുടെ ഒത്താശയോടെ എന്ന് സൂചന. പല നേതാക്കളും പ്രതിയുടെ കൊച്ചിയിലെ ഫ്ളാറ്റിലെ സ്ഥിരം സന്ദർശകർ. BJP നേതാവ് രാധാകൃഷ്ണൻ പതിവായി ഫ്ളാറ്റിൽ വരാറുണ്ടായിരുന്നുവെന്ന് സുരക്ഷാ ജീവനക്കാരൻ പറഞ്ഞു. കൊച്ചിയിൽ ഹൈക്കോടതി ജംഗ്ഷന് സമീപമുള്ള അശോക അപ്പാർട്ട്മെന്റിലെ 2 ഫ്ളാറ്റുകളാണ് തട്ടിപ്പ് കേസിലെ പ്രതിയായ അനന്തകൃഷ്ണൻ വാടകയ്ക്കെടുത്തിരുന്നത്. പല കോൺഗ്രസ് BJP നേതാക്കളും ഈ ഫ്ളാറ്റിലെ സ്ഥിരം സന്ദർശകരായിരുന്നു. തട്ടിപ്പിന്റെ തുടക്കത്തിൽ സ്കൂട്ടർ വിതരണ ചടങ്ങുകളിൽ ഉദ്ഘാടകരായത് AN രാധാകൃഷ്ണനും ഹൈബി ഈഡനും ഉൾപ്പെടെയുള്ള നേതാക്കളാണ്. നേതാക്കളുടെ ചിത്രങ്ങൾക്കൊപ്പം സ്വന്തം ചിത്രവുമുള്ള പോസ്റ്ററുകൾ അനന്തകൃഷ്ണൻ പ്രചരിപ്പിച്ചിരുന്നു. BJP നേതാവായ രാധാകൃഷ്ണൻ ഫ്ളാറ്റിൽ പതിവായി വരാറുണ്ടായിരുന്നു എന്ന് സുരക്ഷാ ജീവനക്കാരൻ പറഞ്ഞു. BJPയുടെ ഒരാൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, രാധാകൃഷ്ണൻ വന്നിട്ട് പോകും കുറച്ച് സമയം. അനന്തകൃഷ്ണന്റെ 10ഓളം സ്റ്റാഫുകളും ഈ ഫ്ളാറ്റിൽ താമസിച്ചിരുന്നു. ഒരു കോൺഗ്രസ് വനിതാ നേതാവും ഇവിടെ പതിവായി വരാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധനയ്ക്കായി കെയർടേക്കർക്ക് ഫ്ളാറ്റിന് താക്കോൽ എത്തിച്ചു നൽകിയത് ഈ വനിതാ നേതാവിന്റെ ബന്ധുവായിരുന്നു എന്നും സൂചനയുണ്ട്. പെരുമ്പാവൂർ കൂവപ്പടിയിൽ നടന്ന 2 വീലർ തട്ടിപ്പിൽ സൊസൈറ്റിയുടെ തലപ്പത്തുണ്ടായിരുന്നത് കോൺഗ്രസ് നേതാക്കളായിരുന്നു. റിമാൻഡിലുള്ള പ്രതി അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങാൻ മൂവാറ്റുപുഴ പോലീസും കോതമംഗലം പോലീസും അപേക്ഷ നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.